ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് അവരെ മിസ് ചെയ്യുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ രാത്രി സമയം. ആ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, മോനെ കാണണം, ഏട്ടനെ കാണണം, മോളെ കാണണം എന്നൊക്കെ ഒരു തോന്നലുകൾ വരും. അങ്ങനെ ആയിരിക്കുമ്പോഴേക്കും നമ്മൾ പലതും ചിന്തിച്ചു കിട്ടും. ഞാനങ്ങനെയാട്ടോ. അപ്പം എനിക്കൊരുപാട് സങ്കടം വരും. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. വീട്ടിലാകുമ്പോൾ നമ്മൾ ചിരി, കളി, മക്കളോട് വഴക്കുണ്ടാക്കുക, ഏട്ടനോട് വഴക്കുണ്ടാക്കുക, അതൊക്കെ ഒരു സുഖമാണ്. പക്ഷേ ഇങ്ങനെ ഈ 10-28 ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു വീട്ടിൽ നമ്മളോട് അധികം ആരും സംസാരിക്കാനില്ലാതാവുക, നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുക, അങ്ങനെയൊക്കെ ഇല്ലാതാവുമ്പോണ്ടല്ലോ ഒരുപാട് നമുക്ക് വീട്ടുകാരെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യും. ഹോം നേഴ്സിൻ്റെ ജോബ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഊണും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല. ചില സമയത്ത് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല. അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരിച്ചിരി കുളിര് കിട്ടുന്നൊരു സമയമാണ് ഈ രാത്രി. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, അവരോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഞാൻ ഈ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറയും, നാളെ തൊട്ട് നീ ആരോടാ വഴക്കുണ്ടാക്കുക, അതൊന്നും എനിക്ക് അറിയണമല്ലോ എന്ന് പറയാറുണ്ട്. അപ്പം എന്ന് പറയും, അമ്മ മിണ്ടരുത് കേട്ടോ, ആ കാര്യം എന്നോട് പറയേ വേണ്ട എന്ന്. ഞാനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിറകണ്ണോളോട് അവൻ നിൽക്കുമ്പോണ്ടല്ലോ ചങ്കിങ്ങനെ മറച്ചെറിയുന്ന പോലെ അത്രയ്ക്ക് സങ്കടം തോന്നും. ഞാൻ പരമാവധി സങ്കടം പിടിച്ചു വയ്ക്കും. പക്ഷെ അവർ കണ്ണ് ഇങ്ങനെ കരഞ്ഞില്ല എന്ന് വീട്ടിലേക്കും. കാരണം ജോലിക്ക് പോവുകയാണ്, അമ്മ എത്ര ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെ അവനറിയാം. അറിയാനിട്ടല്ല, പക്ഷേ ആ വീട്ടിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും വിഷമം. ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിൽക്കുമ്പോൾ ആ വീട്ടിലൊരു അനക്കം നിൽക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര ചിരിയും കളിയും ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പേ ഞാൻ തുടങ്ങും, ഞാൻ പോവാട്ടോ ഡ്യൂട്ടിക്ക്, ഞാൻ പോവാട്ടോ. അപ്പോഴേ തുടങ്ങും ഒച്ചപ്പാട്. അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ, അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയാണ് മോൻ്റെ കാര്യം. അങ്ങനൊരു ഇതാണ്. ഏട്ടനുണ്ട് ഒരുപാട് വിഷമം. നിറകണ്ണുകളോട് കൂടിയിട്ട് എന്നെ ബസ് കയറ്റുമ്പോഴൊക്കെ ഉണ്ടല്ലോ സങ്കടം തോന്നാറുണ്ട്. പിന്നെ ജോലിയല്ലേ, ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും സങ്കടം തന്നെയാണ്. ഓക്കെ, ബൈ ബൈ.